അതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു? എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് എല്ലാ സമയത്തും പറഞ്ഞത്. പറഞ്ഞ പോലെ ഞാൻ ആരെയും പേഴ്സണലി ഇതാക്കിയ, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്ന ആൾ ഇന്നത് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ വ്യക്തമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അതൊരിക്കലും പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുമ്പോഴും ഇതെങ്ങനെയാണ് പുറത്തെടുക്കുന്നത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ജനങ്ങളെല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരിത് ആഗ്രഹിക്കുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓരോ ആഴ്ചയും ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോവായിരിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ഒരു ക്ലൂ പോലും ഇല്ല എന്താണ് എന്നുള്ളത്. എനിക്ക് ആകെയുള്ള ഒരു എൻ്റെ ഭാഗത്ത് ഞാൻ ശരിയാണ്, എൻ്റെ മനസ്സിൽ എനിക്ക് ന്യായമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഞാൻ അകത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് അവിടെ നിന്ന് ഭയങ്കര അന്തസ്സായിട്ട് ഞാൻ അകത്തേക്ക് കയറാറുള്ളത്. കാരണം എനിക്ക് വോട്ട് ചെയ്തല്ലോ ഈ മനുഷ്യന്മാരെല്ലാവരും, എൻ്റെ അടുത്തുള്ള സ്നേഹം കാണിക്കണമല്ലോ. അപ്പോൾ സായിയൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ സായിയുടെ അടുത്ത് പറയും എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അപ്സര ഇടയ്ക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അൻസിബ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ബിഗ് ബോസിന്, അൻസിബ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതെ, ഇപ്പൊ ഈ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂസ് ഒക്കെ കേട്ടു അൻസിബ കേസിന് പോയി. അപ്പൊ ഞാനൊരു അൻസിബ അങ്ങനെ കേസിന് കാര്യങ്ങൾ, ലൈക്ക് അതൊരു ഷോ ആണ്, അതിലിപ്പം എവിക്ഷൻ വരുന്ന വോട്ടിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസിൽ ഇറങ്ങിയാൽ. അപ്പൊ അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഗബ്രിയുടെ ആ ഒരു എവിക്ഷൻ, ആ ഒരു എവിക്ഷൻ നടന്നതിന് ശേഷമാണ് എന്താ പറയുക ഹൗസിനകത്ത് തന്നെ ആൾക്കാർക്ക് പേടി വരാൻ തുടങ്ങിയത്. കാരണം ആ ഒരു ടൈമിൽ ഗബ്രി, ഞാൻ അവിടെ പറയാറുണ്ടല്ലോ ഇന്ന ആൾക്ക് പേടിയാണ് ഇന്ന ആൾ പോകും. ഞാൻ അതിനകത്തുനിന്ന് ലൈവ് റിവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ലൈവ് റിവ്യൂ ആണ് ആക്ച്വലി നടന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിത് പറയാൻ ഒരാൾ ഋഷിയേ ഉള്ളൂ, അവൻ്റെ അടുത്ത് ഞാൻ പറയും. അല്ലാതെ ഇത് കേട്ടിട്ടൊന്നുമല്ല അവൻ അവിടെ പെരുമാറുന്നത്. അവൻ എല്ലാവരുടെ അടുത്തും സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. അവൻ എല്ലാവരോടും സ്നേഹത്തിലേ പെരുമാറുള്ളൂ. അവൻ ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഋഷിയെ. അവന് ദേഷ്യം വിഷമം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതെനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവനെ. കാരണം ഞാൻ അവനെ ഇത്ര മാസങ്ങളായിട്ടുള്ളൂ കണ്ടിട്ട്. അപ്പം ഞാൻ പതുക്കേട്ടാ ഋഷി മതിയടാ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവനിങ്ങനെ കുറേ നേരം ഇങ്ങനെ അവന് പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർന്ന് അവൻ്റെ പ്രശ്നം തീർന്നു. അപ്പം ഞാൻ അത് മനസ്സിലാക്കി. അപ്പം പിന്നെ ഞാൻ എല്ലാവരോടും പറയാം, അവൻ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീരും. അവനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണ് അവന് വീണ്ടും ഇതാവുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് അവന് വിടുന്നത്. അല്ലാതെ ഞാൻ അപ്പം എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവൂല. അവനായിട്ട് സ്വയം ഹീൽ ചെയ്യണം. അത് സ്വയം ഹീൽ ചെയ്ത് ശീലിച്ച ആളുകളുടെ ഒരു കാര്യമാണ്. ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ആരും സമാധാനിപ്പിക്കാൻ അപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറിറ്റേഷനെ ഫീൽ ചെയ്യാം. ഞാനത് സ്വയം ഹീൽ ചെയ്യും. അത് അങ്ങനെ കുറേ പേരുണ്ട്.